ഞാൻ വീണ്ടും സിജോയിലേക്ക് പോകുന്നു. സിജോ, ഈ തൂണുകളുടെ സ്ഥാനമാണോ പ്രശ്നം എന്നാണോ ഗണേഷ് കുമാർ പറഞ്ഞത്? ഈ പാലം തല്ലിപ്പൊളിച്ച് കാണണമെന്നൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നോ പ്രസംഗത്തിൽ? പാലം തല്ലിപ്പൊളിച്ച് കളയണം എന്ന് പറഞ്ഞതൊരു പദപ്രയോഗമായിരിക്കാം ജിംസ്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ചില വസ്തുതകളുണ്ട്. അതായത് മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ തൂണുകൾ ഈ വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന വിധം പ്ലാൻ ചെയ്യണമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ട്രാഫിക് സിഗ്നൽ പോയിന്റാണ്. അവിടെ തന്നെ ഒരു മേൽപ്പാലം പണിയുമ്പോൾ ഈ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന രീതിയിൽ തൂണുകൾ ക്രമീകരിക്കണമായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അത് ഇവിടെ തന്നെ ആളുകളും പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മെട്രോ ഈ സ്റ്റേഷൻ അടക്കം വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ മേൽപ്പാലങ്ങൾ പണിതിട്ടുണ്ട്. അതിനോട് ഈ തൂണുകളോട് ചേർന്ന് തന്നെ കോൺക്രീറ്റ് നിർമ്മിതികൾ ഉണ്ട്. ആ കോൺക്രീറ്റ് നിർമ്മിതികളുണ്ട്. ഒപ്പം തന്നെ വേലി കെട്ടി തിരിച്ച ചില പ്രദേശങ്ങളിൽ മേൽപ്പാലത്തിൻ്റെ അടിഭാഗം പൂർണ്ണമായും വെറുതെ കിടക്കുകയാണ്. ഈ ഒരു റൗണ്ട് മാത്രമാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ കടന്നു പോകാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനം, ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ഇങ്ങനെ ഇത്രമാത്രം വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു ഇടമാണ്. വൈറ്റില ഹബ്ബ് പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ ഇവിടെ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് മറ്റ് പലയിടങ്ങളിലേക്കും ബസ്സുകളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടി അവർ യാത്ര ചെയ്യേണ്ടത്, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. ബസ്സുകൾ നിർത്തിയിടുന്നത് ഈ വൈറ്റില ജംഗ്ഷനിൽ നിന്നും പല കിലോമീറ്ററുകൾ മാറിയാണ്. ഡിസൈൻ കൊണ്ടാണോ, തൂണുകളുടെ സ്ഥാനം കൊണ്ടാണോ, അതല്ല അനാവശ്യമായ ചില നിർമ്മിതികൾ പാലത്തിനടിയിലുണ്ട്, അതുകൊണ്ടാണോ ഗതാഗത കുരുക്കുന്ന കാര്യത്തിൽ കൃത്യതയില്ല എന്നാണ് സിജോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മന്ത്രി ഈ പാലം തല്ലിപ്പൊളിച്ചു കളയണമെന്ന് ആലങ്കാരികമായി പറഞ്ഞത് മുൻ മന്ത്രി ജി സുധാകരൻ അല്പം നീരസവും ഉണ്ടായി.